ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഡീപ്പസ്റ്റ് ഫീലിംഗ് എന്താണ്, നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ടൈം പീരീഡിൽ വളരെ ബാഡായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും അവരുടെ സിറ്റുവേഷൻ ഇപ്പോൾ ഇതാണ് എന്ന്. ഇല്ല എങ്കിൽ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും അവർ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നത് എന്ന്. ഇവിടെ ഇവർ എന്തൊക്കെ ചിന്തിക്കുന്നുണ്ടോ, എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടോ, അതിൻ്റെ എല്ലായിടത്തും തേർഡ് പാർട്ടിയുടെ ഒരു പ്രഭാവം ഉണ്ട്, തേർഡ് പാർട്ടിയുടെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് കാരണം ഇവരുടെ എനർജി ഭയങ്കര നെഗറ്റീവ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഇവർ എന്ത് ചിന്തിച്ചാലും എന്ത് പ്ലാൻ ചെയ്താലും അതിലെല്ലാം തേർഡ് പാർട്ടി ഇടപെടുന്നു. ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇവരുടെ തന്നെ സ്വന്തം ആൾക്കാരായിരിക്കാം, ഔട്ട്സൈഡർ ആയിരിക്കത്തില്ല. ഇവർ ആഗ്രഹിക്കുന്നത് ഞാൻ കരഞ്ഞ് കാണുന്ന എല്ലാ ആൾക്കാരും എന്നെ വിട്ട് പോകണം എന്നാണ്. കാരണം അവർക്ക് ഇവരുടെ സന്തോഷമല്ല വേണ്ടത്, ഇവരുടെ സന്തോഷത്തിന് പകരം സങ്കടമാണ് അവർക്ക് ഇഷ്ടം. അപ്പോൾ അങ്ങനെ സങ്കടപ്പെട്ട് ഞാൻ ഇരിക്കുന്നത് കാണുന്ന ആൾക്കാരെല്ലാം എന്നിൽ നിന്ന് ദൂരെ പോകണമേ ദൈവമേ എന്ന് ഇവർ പ്രാർത്ഥിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എനർജി നോക്കുമ്പോൾ ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് ഇവരുടെ സന്തോഷം കാണുവാൻ ആരും ഇല്ല, ഇവർ ഒറ്റയ്ക്കാണ് ഉള്ളത്, ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, എല്ലാവർക്കും ഇവരുടെ സങ്കടമാണ് കാണാൻ ആഗ്രഹം, ഇവർക്ക് ഒറ്റപ്പെടൽ തോന്നുകയാണ്, ആരുമില്ല എന്നുള്ള. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വളരെ അപ്സെറ്റ് ആയിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ ഇമാജിൻ ചെയ്തത് എങ്ങനെയെന്ന് വച്ചാൽ നിങ്ങളുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാം എന്നൊക്കെയായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് നിങ്ങളുമായിട്ട് ഇത്രയും പ്രശ്നമുണ്ടായതും ഡിസ്റ്റൻസ് ആയതും വേർപെട്ട് ഇങ്ങനെ ഒറ്റപ്പെടൽ അനുഭവിച്ച് ജീവിക്കേണ്ടതായിട്ടും വന്നത്. ഇവിടെ ഇവർക്ക് ഒരു പ്രഷർ തേർഡ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് വന്നത് കാരണമാണ് ഇവിടെ നിങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് വരുത്തേണ്ടി വന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു പ്രഷർ കൊടുത്ത് ഇവർ ആ സ്റ്റക്ക് സിറ്റുവേഷനില്ലേ, ആ സിറ്റുവേഷനിൽ നിന്ന് ദൂരെ പോകുവാൻ ആഗ്രഹിക്കുകയാണ്. ഇമോഷണലി ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എപ്പോഴേ ഇവർ ദൂരെ പോയി. ഇനി ഫിസിക്കലി ഇവർക്ക് ആ ഒരു സിറ്റുവേഷനിൽ പുറത്ത് വരണം. അത് നിങ്ങൾക്ക് വരാൻ പോകുന്ന സമയം കാണാൻ സാധിക്കുന്നതാണ്. കാരണം ഒട്ടും തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇരിക്കുവാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഇവർ നിങ്ങൾക്ക് വേണ്ടിയും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയും കുറേ ആൾക്കാരുടെ വെറുപ്പ് സമ്പാദിച്ചായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് എനിക്ക് എൻ്റെ സന്തോഷം വേണമെങ്കിൽ എനിക്ക് മറ്റുള്ളവരുടെ അടുത്ത് ഫൈറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ, അല്ലാതെ എനിക്ക് എൻ്റെ സന്തോഷം നേടിയെടുക്കാൻ സാധിക്കത്തില്ല. ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഫൈറ്റ് ചെയ്യുമ്പോൾ കുറേ ആൾക്കാർ ഇവരെ ഒരു ശത്രുവായിട്ട് കാണും. ഈ ഒരു പേഴ്സൺ, അതായത് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവർ ഭയങ്കരമായിട്ട് നിങ്ങളുടെ പേഴ്സണെ പ്രഷറൈസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു ലേഡി എന്ന് പറയുന്നത് വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള എനർജിയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവരെ പെട്ടെന്ന് എൻഡ് ആക്കാനോ ഇവരിൽ നിന്ന് റിലീസാവാനോ പേഴ്സണ് സാധിക്കത്തില്ല. ഇവിടെ ഈ ഒരു വ്യക്തിയുമായിട്ട് ഇമോഷണലി വളരെയധികം അറ്റാച്ച്മെൻ്റാണ് നിങ്ങളുടെ പേഴ്സൺ വച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരിൽ നിന്ന് ഒരു സമ്മതം കിട്ടിയാൽ മാത്രമേ ഇവർക്ക് നിങ്ങളെ മാരേജ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയാണ് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ അമ്മയോ അല്ല എങ്കിൽ ചേട്ടൻ്റെ വൈഫോ അനിയത്തിയോ ആരോ ഒരു വ്യക്തി, ഒരു ലേഡി ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ ഇരുന്നിട്ടായാലും അവർ എപ്പോഴും മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് നിങ്ങളും ഇവരും ഒന്നാകണം, അതിനു വേണ്ടി ഇവരുടെ ആ ഒരു തടസ്സം നിൽക്കുന്ന ആൾക്കാരെല്ലാം സമ്മതിക്കണം എന്നൊക്കെയാണ് ഇവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത്, ഇമാജിനേഷൻ ചെയ്യുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വയസ്സിന് മൂത്ത ആൾക്കാരോട് തെറ്റായ രീതിയിൽ പെരുമാറാനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. അതായത് അവരുടെ വെറുപ്പും വിഷമവും സമ്പാദിപ്പിക്കുവാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവർ മാക്സിമം എല്ലാം എല്ലാ രീതിയിൽ അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷേ സാധിക്കുന്നില്ല എന്ന് വരുമ്പോഴാണ് ഇവർ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാകുന്നത്. ഇവിടെ ഇവർക്ക് തോന്നുന്നത് ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ അമ്മയുടെ മനസ്സ് മാറും, ഇല്ലെങ്കിൽ എൻ്റെ സഹോദരിയുടെ മനസ്സ് മാറും, അങ്ങനെയൊക്കെ ആയിരിക്കും ഇവർ ചിന്തിക്കുന്നത്. കാരണം ഇവർക്ക് അവരുടെ ആ ഒരു ഇഷ്ടം കൂടെ ഉണ്ടെങ്കിലേ നിങ്ങളെ മാരേജ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലി അവർക്ക് വേറെ അലയൻസ് നോക്കുന്നുണ്ട്. അപ്പോൾ ഇവരോട് പറഞ്ഞു, എനിക്ക് ഇന്ന ആളെയാണ് കല്യാണം കഴിക്കാൻ ആഗ്രഹം, നിങ്ങൾ പറയുന്ന ആളെ എനിക്ക് വിവാഹം ചെയ്യാൻ ആഗ്രഹമില്ല. അപ്പോൾ ഇവിടെ ഒരു ഡിസപ്പോയിൻമെൻ്റ് ആണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന്. അതായത് ഇവർക്ക് ഇഷ്ടമില്ല വീട്ടുകാർ പറയുന്ന ആളെ മാരേജ് ചെയ്യാൻ, പക്ഷേ ഇവരെ ഭയങ്കരമായിട്ട് പ്രഷറൈസ് ചെയ്യാണ് വീട്ടുകാർ.
ചില ആൾക്കാരുടെ പേഴ്സണ് സൂയിസൈഡൽ തോട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് വീട്ടുകാരിങ്ങനെ പ്രഷർ ചെയ്യുന്നു. ഇവരുടെ മനസ്സിലുള്ള കാര്യം പറഞ്ഞു. എന്നിട്ടും വീട്ടുകാർ സമ്മതിക്കുന്നില്ല. അപ്പോൾ എനിക്കൊരിക്കലും അവരില്ല, ജീവിക്കാൻ പറ്റത്തില്ല, ആത്മഹത്യ ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള തോട്ട്സ് ഇവർക്ക് വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ചില ആൾക്കാരുടെ പേഴ്സണ്. ഇങ്ങനെയുള്ളവരോട് എനിക്ക് ഒരു കാര്യമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരിക്കലും തോറ്റു പോകരുത്. നിങ്ങൾ ജീവിതം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയേ ചെയ്യരുത്. നിങ്ങൾ അവർക്ക് സ്ട്രെങ്തായിട്ട് കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുക. അല്ലാതെ പകുതി വെച്ച് ജീവിതം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയേ ചെയ്യരുത് നിങ്ങൾ. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുക. ഒറ്റയ്ക്കിരുന്നിട്ട് ചിന്തിക്കുക, യഥാർത്ഥ വഴി ഏതാണ്, ശരിയായ വഴി ഏതാണ്, ആ വഴി നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ നിങ്ങളോട് പറയുന്നത് അത് കേൾക്കുക. അല്ലാതെ ആത്മഹത്യ ഒന്നിനും ഒരു സൊല്യൂഷനല്ല. നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു കേപ്പബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാക്കി മാറ്റുക. എന്തിനും നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്നുള്ള ഒരു വ്യക്തിയാക്കി മാറ്റുക. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ സ്പൗസ്. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. ആദ്യം നോ കോൺടാക്ട് സിറ്റുവേഷൻ നോക്കാം, അതിനുശേഷം കോൺടാക്ട് സിറ്റുവേഷൻ നോക്കാം. നോ കോൺടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഫുൾഫിൽമെൻറ്റ് ഓഫ് വിഷസ് ആണ്. അതായത് നിങ്ങളുടെ ആഗ്രഹം ഉറപ്പായിട്ടും സാധ്യമാകും എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജോ കോളോ റിസീവ് ആകുന്നതാണ്. നിങ്ങളപ്പോൾ പേഷ്യൻസോടെ കാത്തിരിക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരുന്നതാണ് ദൈവം. ഇവിടെ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ വളരെയധികം ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള എനർജിയിലായിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ അവർ നിങ്ങളെ ചീറ്റ് ചെയ്ത് കാണും, ഇല്ലെങ്കിൽ അവർ നിങ്ങളോട് കള്ളം പറഞ്ഞു കാണും, ഒരു മാസ്ക് മുഖംമൂടി ഇട്ടതുപോലെ ആയിരിക്കും നിങ്ങളോട് അവർ പെരുമാറിയത്. അങ്ങനെ എന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ അവരും നിങ്ങളും ഒന്നാകണം എന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും വരാൻ പോകുന്ന സമയം സഡനായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് യൂണിയനിൽ വരുന്നതാണ്. പക്ഷേ ഡിവൈനും കൂടെ ചിന്തിച്ച് നിങ്ങളുടെ ഭാഗ്യത്തിൽ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് യൂണിയൻ ഉണ്ടാവുന്നതാണ്. ഇവിടെ 7 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. 7 മണിക്കൂർ തൊട്ട് 17 മണിക്കൂറിനുള്ളിൽ പല ആൾക്കാർക്കും യൂണിയൻ ഉണ്ടാകും. ചില ആൾക്കാർക്ക്, അതായത് കുറേ നാളായിട്ട് പിണങ്ങിയിരിക്കുന്നവർക്കാണെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ യൂണിയൻ ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലുള്ളവർ വളരെയധികം പേഷ്യൻസോടെ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതാണ്. ഇനി കോൺടാക്ട് സിറ്റുവേഷനുള്ള ആൾക്കാരുടെ പേഴ്സണ് നെക്സ്റ്റ് ആക്ഷൻ നോക്കാം. ഇവിടെ 5 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. 5 മണിക്കൂർ തൊട്ട് അല്ലെങ്കിൽ 15 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ ഇമോഷണലി ഭയങ്കരമായിട്ട് ഡിസ്റ്റർബായിട്ട് ഇരിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി കാർമിക് ട്രിഗർ ഈ ഒരു ടൈം പീരീഡിൽ ലഭിക്കും. അതുകൊണ്ടാണ് ഇവർ ഈ ഒരു ഡിസ്റ്റർബായിട്ട് ഇരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഹൃദയം കല്ലാക്കി ചില തീരുമാനങ്ങൾ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ കോൺടാക്ട് സിറ്റുവേഷനിലായതുകൊണ്ട് തന്നെ നിങ്ങൾ അവരോട് ചോദിക്കും, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്താ ഇങ്ങനെ ഒരുമാതിരി ഇരിക്കുന്നത് എന്ന്. പക്ഷെ അവർ ഒന്നും തന്നെ നിങ്ങളോട് പറയത്തില്ല, എല്ലാം ഹൈഡാക്കി വെക്കും. ഇവിടെ വരാൻ പോകുന്ന സമയം വളരെ ഇമോഷണലി ഇവർക്ക് ആരുടെയോ ട്രിഗർ ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ ഇത്രമാത്രം ഡിസ്റ്റർബായിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടൈം പീരീഡിൽ അവർക്ക് സപ്പോർട്ടീവായിട്ടിരിക്കുക. നിങ്ങൾ അവരോട് ദേഷ്യപ്പെടാനോ ഒന്നിനും പോകരുത്. അവർ പറയുന്നെങ്കിൽ പറയട്ടെ കാര്യങ്ങൾ, ഇല്ല എങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ അവർക്ക് സപ്പോർട്ടീവായിട്ടിരിക്കുക എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളോട്. അപ്പോൾ ഇതാണ് കോൺടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സണൽ നെക്സ്റ്റ് ആക്ഷന് ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനോട് ഒരു അഡിഷൻ ഉണ്ടാകും. അതായത് ഇന്ന ഫുഡ് നിങ്ങൾ TV കാണുമ്പോൾ അത് കൊള്ളത്തില്ല, അത് കഴിക്കാൻ പാടില്ല. പക്ഷേ അപ്പം നിങ്ങൾ വിചാരിക്കുക ഇനി അത് കഴിക്കേണ്ട. പിറ്റേ ദിവസമാകുമ്പോൾ നിങ്ങൾ വിചാരിക്കില്ല എനിക്ക് എൻ്റെ ജീവിതം പോയാൽ കുഴപ്പമില്ല, എനിക്ക് ആ ഫുഡ് കഴിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ നിങ്ങൾ കഴിക്കുന്നു. അതേപോലെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള ആ ഒരു അഡിഷൻ. ആ ഒരു അഡിഷൻ കാരണമാണ് നിങ്ങൾക്ക് അവർ നിങ്ങളെ ഇട്ടിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത വിഷമം വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തെ ഇപ്പോൾ ബാലൻസിൽ കൊണ്ടുവരാൻ ഏഞ്ചൽസ് പറയുന്നത്, നമ്മൾക്ക് എന്ത് കാര്യത്തിനോടാണ് കൂടുതലായിട്ട് അഡിഷൻ ഉള്ളത് ആ കാര്യത്തിൽ നിന്ന് നമ്മൾ തന്നെ വേറൊരു സ്ഥലത്തേക്ക് ഡൈവേർട്ട് ചെയ്യുക. അതായത് ഈ ഫുഡായാലും വ്യക്തിയായാലും നമുക്ക് അതിൽ നിന്ന് മോചനം ലഭിക്കണമെങ്കിൽ കുറച്ചൊന്ന് ഡൈവേർട്ട് ചെയ്യുക നമ്മുടെ എനർജീസിനെ. വേറെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തും അങ്ങനെ ആ എനർജി അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യുമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത്.
നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങൾ നിങ്ങളുടെ സോളിനെ ആദ്യം മനസ്സിലാക്കുവാനാണ് ഏഞ്ചൽസ് പറയുന്നത്. അതായത് നിങ്ങളുടെ പർപ്പസ് എന്താണ്, നിങ്ങൾ ഈ ഭൂമിയിൽ എന്തിനാണ് വന്നത്, നിങ്ങളുടെ ഗോൾസ് എന്താണ്, നിങ്ങൾ എന്താണ് അച്ചീവ് ചെയ്യാൻ ഇവിടെ വന്നത്, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുവാനാണ് ഏഞ്ചൽസ് പറയുന്നത്. നെക്സ്റ്റ്, ചില ആൾക്കാർ ഭയങ്കര ഹോപ്പ്ലെസ് ആകുന്നു. ഏഞ്ചൽസ് ഇല്ല, ദൈവമില്ല, ആരും ഇല്ല, ഞാൻ എന്താഗ്രഹിച്ചിട്ടും എനിക്ക് കിട്ടുന്നില്ല, അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നു, ഹോപ്പ്ലെസ് ആകുന്നു. അപ്പോൾ ഏഞ്ചൽസ് പറയുന്നു, നിങ്ങൾ അങ്ങനെ ഒരു പർട്ടിക്കുലറായിട്ടുള്ള ഒരു ആവശ്യം ദൈവത്തിനോട് പറയരുത്. എനിക്ക് എന്താണോ നല്ലത് അതെനിക്ക് തരൂ ദൈവമേ എന്ന് പറയുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.